ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിലെ ആ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം? ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെ ബലം 0 ആയിരിക്കണമെങ്കിൽ ആ വസ്തു ഒന്നുകിൽ നിശ്ചലാവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ സ്ഥിര വേഗതയിൽ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ആ രണ്ട് പോയിന്റും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. എന്താണ് ആകെ ബലം 0 ആയിരിക്കണമെങ്കിൽ ആ വസ്തു ഒന്നുകിൽ നിശ്ചലാവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ സ്ഥിര വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ എന്താണ്? ന്യൂട്ടന്റെ രണ്ടാം ചലനനിയമം എന്താണ് പറയുന്നത്? F=ma. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ത്വരണം എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വേഗതയിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതിന്റെ ഗ്രാഫാണിത്. നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കി വെച്ചേക്കുക. എന്താണ്? വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ ഗ്രാഫാണ്. അതെങ്ങനെ മനസ്സിലാക്കാം നെറ്റ് ഫോഴ്സ് 0 ആണ് എന്നുള്ളത്? അതായത് നമ്മുടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈം ഇങ്ങനെ മാറുന്നുണ്ട്, പക്ഷെ എന്താണ്? ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? അതായത് ഡിസ്റ്റൻസ് മാറുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വേഗതയിൽ എന്താണ്? മാറ്റമില്ല. ഡിസ്റ്റൻസിൽ മാറ്റമില്ലാത്തതുകൊണ്ട് എന്താണ്? വേഗതയിലും നമുക്ക് മാറ്റമില്ല എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? രണ്ടാം ചലന നിയമം. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ലെങ്കിൽ ത്വരണം. എന്താണ്? ആക്സിലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ? വേഗതയിൽ മാറ്റം ഉണ്ടോ? വേഗതയിൽ മാറ്റമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആക്സിലറേഷൻ 0 ആണ് എന്നുള്ളത് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ F=m ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, A 0 ആണ്. അതുകൊണ്ട് F എന്തായിരിക്കും? ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്? അതായത് നെറ്റ് ഫോഴ്സ് 0 ആകുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? സ്ഥിര വേഗതയിലുള്ള വസ്തുവിന്റെ എന്താണ്? നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ഒരു ഗ്രാഫാണ് PSC ചോദിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഈ ഒരു നമ്മൾ ആദ്യം പഠിച്ച ഗ്രാഫ് 1 മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈമാണ് ഇവിടെ എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ എന്താണ് പ്രത്യേകത? തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഇത് പൊക്കോണ്ടിരിക്കുന്നുണ്ടോ? തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് F=ma ആണല്ലോ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? A = ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അതിൽ വേഗതയിലുണ്ടാകുന്ന മാറ്റം ഡിവൈഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേഗതയിൽ മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ. തുല്യ വേഗതയിലല്ലേ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? A = എന്താണ്? തുല്യ വേഗതയിൽ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ A = ആക്സിലറേഷൻ 0 ആണ്. കാരണം എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി, വേഗതയിലുള്ള മാറ്റത്തെയാണ് നമ്മൾ ത്വരണം എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേഗതയിൽ മാറ്റമില്ലാത്തത് കൊണ്ട് A 0 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. F=ma ഇട്ട് കൊടുക്കുമ്പോൾ A 0 ആണ്. അതുകൊണ്ട് തന്നെ F 0, നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആകുന്ന രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് 1 നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഗ്രാഫ് 2 നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത് ഈ രീതിയിൽ PSC ഇനിയും ചോദിക്കാം. ഇനി പല ഗ്രാഫുകളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്